ഭീകരതയുടെ ഇരയെയും വേട്ടക്കാരനെയും തുലനം ചെയ്യാനാകില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരുപോലെ കാണുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാടിനോടുമാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ മറുപടി. പാക് ഭീകരത തുറന്നു കാട്ടാനുള്ള ഇന്ത്യയുടെ ദൌത്യത്തിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഏറുകയാണ്. കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം മോസ്കോയിലെത്തി. സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ടോക്കിയോയിൽ വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാരുമായി നയതന്ത്ര പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി. ശശി തരൂർ അടക്കമുള്ള സംഘങ്ങളുമായി വിദേശകാര്യ സെക്രട്ടറി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇആർ രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഇആർ, ഗുഡ് മോർണിംഗ്. പാകിസ്ഥാന്റെ ഭീകരമുഖം അത് ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടാനുള്ള ഇന്ത്യയുടെ ദൌത്യം അത് തുടരുകയാണ്. അതിനിടയിൽ ട്രംപിനിട്ട് അല്ലെങ്കിൽ സമാനമായ നിലപാട് കൈക്കൊള്ളുന്ന ലോക നേതാക്കൾക്കിട്ടൊരു ചുട്ട അടികൂടി നൽകുന്നുണ്ട് വിദേശകാര്യ സെക്രട്ടറി, അല്ലേ? ആര്യ, റൈസീന ടോക്കിയോ ഉച്ചകോടിയിലാണ് വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയുടെ നിലപാട് ഊന്നി പറഞ്ഞത്. കാരണം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത് പഹൽഗാമിൽ 26 പേരെ കൂട്ടക്കൊല ചെയ്തതിനുള്ള മറുപടി എന്ന നിലയിലാണ്. പ്രത്യേകിച്ച് ഭീകര താവളങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. പക്ഷേ പല ലോകരാജ്യങ്ങളുടെയും നിലപാട് പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേപോലെ കാണുന്നതായിരുന്നു. പ്രത്യേകിച്ച് ട്രംപിന്റെ വാക്കുകളെടുക്കുകയാണെങ്കിൽ 2 ഗ്രേറ്റ് നേഷൻസ് എന്ന പ്രതികരണമാണ് ട്രംപ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വേണം ഏതായാലും വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രതികരണത്തെ കാണാൻ. പ്രത്യേകിച്ച് ഭീകരതയ്ക്ക് അതിരില്ല, അത് എല്ലാ ലോകത്തെ ഒന്നടങ്കം ബാധിക്കും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരം നിലപാട് കൈക്കൊള്ളരുത്, രണ്ട് തരത്തിൽ തന്നെ കാണണം എന്നാണ് ഏതായാലും വിദേശകാര്യ സെക്രട്ടറി സൂചിപ്പിക്കുകയും ചെയ്തത്. ഒപ്പം ജപ്പാൻ ഈ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സംഘം, സഞ്ജയ് ഝാ നേതൃത്വം നൽകുന്ന സംഘം ജപ്പാനിലുണ്ട്. ഒപ്പം തന്നെ വിദേശകാര്യ സെക്രട്ടറിയും കൂടി ജപ്പാന്റെ നിലപാടിന് അല്ലെങ്കിൽ അവരുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ദൗത്യം ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ സംഘം മോസ്കോയിൽ എത്തിയിട്ടുണ്ട്. കനിമൊഴി നേതൃത്വം നൽകുന്ന സംഘമാണ് ഇപ്പോൾ മോസ്കോയിൽ എത്തിയിട്ടുള്ളത്. അവിടെ ഇന്ത്യൻ അംബാസഡർ അടക്കമുള്ളവർ അവരെ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ലോകരാജ്യങ്ങളുടെ വലിയ പിന്തുണ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ 2 നിർണായക കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു. ഒന്ന്, ജപ്പാൻ വിദേശകാര്യ സെക്രട്ടറിയുമായാണ് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്, സഞ്ജയ് ഝാ നേതൃത്വം നൽകുന്ന സംഘം. അതിൽ ജപ്പാൻ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു. UAE-യും ഇത്തരത്തിൽ ഭീകരവാദത്തിന് മതമില്ല, അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏതായാലും റഷ്യയിൽ നിർണായക കൂടിക്കാഴ്ച നടക്കാൻ പോവുകയാണ്. ഒപ്പം തന്നെ വിദേശകാര്യ സെക്രട്ടറി 4 സംഘങ്ങളുമായി, ഇന്ത്യയുടെ 7 സംഘങ്ങളിൽ 4 സംഘങ്ങളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കണമെന്ന് അവരെ ബോധിപ്പിക്കുകയും ചെയ്യും. നാളെയാണ് ഏതായാലും ശശി തരൂർ, രവിശങ്കർ പ്രസാദ്, സുപ്രിയ സുലെ തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന സംഘം യാത്ര തിരിക്കുന്നത്. US അടക്കമുള്ള രാജ്യങ്ങളിലാണ് ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം ഏതായാലും സന്ദർശനം നടത്താൻ പോകുന്നത്. ആര്യ, തീർച്ചയായും ഇആർ രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കനിമൊഴിയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് to reach out to Russia when we have been facing terror attacks time and again, and we've lost 26 lives in India. So the government of India and the Prime Minister have decided that MPs from across the country from different parties have been sent to represent the Indian stand on against terrorism and explain our position to the world. So as a part of these delegations which are being sent, one delegation has been sent to Russia, and I've been given the opportunity to head it along with the MPs from Lok Sabha and the Rajya Sabha to meet people from politics and the think tanks, opinion makers here, and explain the Indian stand. ദൌത്യ സംഘത്തിന്റെ ഭാഗമായ കനിമൊഴിയും സംഘവും ഇപ്പോൾ മോസ്കോയിലാണ് ഉള്ളത്.